സമരം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. 6 വർഷത്തോളമായി റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി. ഇതുവരെയായിട്ടും രണ്ട് ഗവൺമെൻറ് ഭരിച്ചിട്ടും 2 ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെയായിട്ട് അനുകൂലമായിട്ടുള്ളൊരു മറുപടി ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിപ്പോൾ 4ാമത്തെ 5ാമത്തെ സമരമാണ് ഈ സെക്രട്ടേറിയറ്റ് വിടുന്നത്. ഉപവാസ സമരം, പിന്നെ സൈനപ്രതിഷ്ഠം. അതിനുശേഷം ഇവിടെ സെക്രട്ടേറിയറ്റിൽ ഇവിടെ സ്റ്റാച്യു ടവറിൻ്റെ മുകളിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു ആത്മഹത്യ മിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഉറപ്പ് നൽകി, വാക്കാലെ ഉറപ്പ് നൽകിയതാണ്. എല്ലാ സമരത്തിന് ശേഷം അവർ ഇവിടുത്തെ എല്ലാവരും വാക്കാലെ ഉറപ്പ് നൽകിയതായിരുന്നു. പക്ഷേ പിന്നെ നിരസിക്കുകയാണ് ഉണ്ടായത്. പിന്നെ നമ്മളെ കാരണം ഒരിക്കലും പരിഗണിച്ചിട്ടില്ല നമ്മളെ ആവശ്യങ്ങൾ. അതിനുശേഷം അവസാന ഘട്ടമായിട്ടാണ് നമ്മൾ ഈ സമരം, നിരാഹാര സമരം തുടങ്ങിയത്. നിരാഹാര സമരത്തിന് ഇടയ്ക്കെന്നാണ് ഇവർ ഈ ഇങ്ങനെ ആരും വന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെ അവസാനം നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന ഇടയ്ക്കെന്നാണ് ഇവരിപ്പോ മനസ്സ് കൊടുത്തിട്ടാണ് ഇങ്ങനെ. ആരൊക്കെയാണ് മുകളിലുള്ള ആള്? മുകളിൽ 5 പേരുണ്ട്. ഇന്നലെ 2 പേരും മരത്തിലന്മാർ കയറിയായിരുന്നു. അവരിപ്പോ ചർച്ചയൊക്കെ വിളിച്ചപ്പോൾ അവർ 2 പേരെ ഇറക്കി. അവർ ഇറങ്ങൂലെന്നാ പറയുന്നത്. എഴുതി തീരുമാനമാകാതെ ഇറങ്ങൂലെന്ന് അവർ പറയുന്നത്. എഴുതി കൈ കൊടുക്കുന്നത് നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാണ്. ശബരിമല കയറിയപ്പോൾ ADM ഉൾപ്പെടെ 6 മാസത്തിന്റെ ജോലി വരുമെന്ന് പാക്കാലെ പറഞ്ഞിട്ട് ഞങ്ങളെ ഒരാളെപ്പോഴും നിമിച്ചില്ല. പാക്കെ പറഞ്ഞ് പറ്റിക്കുകയും അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ സ്നേഹം മൂലം എഴുതും. അതുകൊണ്ട് അവരതുകൊണ്ട് പറയാം. ഞങ്ങൾ വിളിച്ച് ഇറങ്ങാൻ പറയുമ്പോൾ നീ തരുമോ ജോലി എന്ന് ചോദിച്ചു. നമ്മളെന്ത് പറയാ, എന്റെ വീട് നീ നോക്കുമെന്ന്. അത് ഞാൻ ചാടിച്ചാവുമെന്ന് പറഞ്ഞു. നമ്മളെന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ഇവിടെ അമ്പലത്തിന് മുമ്പിൽ തപസരിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ 6 വർഷം കഴിഞ്ഞു. ഇനിയും തപസരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോരോ കടുത്ത നിലപാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത്? ചർച്ചയ്ക്ക് വിളിക്കണം. പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അനുകൂലമായ തീരുമാനം പരിഗണിക്കാമെന്ന് നമ്മുടെ അടുത്ത് രേഖാമൂലം ഉറപ്പുവന്നാൽ മാത്രം ഈ സമരം നമ്മൾ അവസാനിപ്പിക്കും. ഇപ്പോൾ ഈ മരത്തിന്റെ മേളിൽ കയറിയ സമരം അവസാനിപ്പിച്ച് ഇവിടുത്തെ നാട്ടുകാരുടെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ അവരോട് പൂർണ്ണ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഈ മരത്തിന്റെ മേലുള്ള സമരം നമ്മൾ അവസാനിപ്പിച്ചു. ഇവരോട് നമ്മൾ ഇറങ്ങാൻ പറയുമ്പോൾ ഇവർ പറയുന്നത് നീ തരൂ എനിക്ക് ജോലി, എൻ്റെ കുടുംബം നീ നോക്കൂ എന്നൊക്കെയാണ് നമ്മളടുത്ത് ചോദിക്കുന്ന ചോദ്യം.